ആരാ കക്ഷി? ഞാൻ ചാടും. ചാടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഒരു സാഹിത്യകാരന്റെ വേദനകൾ മനസ്സിലാക്കാത്ത, അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈദികളായ ഹംക്കളുടെ ലോകത്ത് ജീവിക്കാൻ ഇനി ഞാനില്ല. ഞാൻ ചാടും. കുറെ നേരം ആയല്ലോ ആശാൻ, ഇത് എപ്പോഴാ? അതെന്താ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. തിരക്കൂട്ടല്ല, ഇന്ന സമയത്ത് ചാടാനൊന്നും കരാറെടുത്തില്ല. അങ്ങോട്ട് മാറിയില്ലേ? മിസ്റ്റർ കാഞ്ഞിരക്കുറ്റി, നിങ്ങൾ ദയവേ താഴെ ഇറങ്ങണം. മനസ്സില്ല. കുറെ കാലമായിട്ട് എല്ലാരും കൂടി താഴെ ഇറക്കല്ലേ കാതറിനെ. സാഹിത്യ ലോകത്തെ കാതർ ഉയരങ്ങളിൽ എത്തുമോ എന്ന് ഭയന്നിട്ട് ക്ലിക്കുകളും ലോറികളും അല്ല കാതറിന്റെ നേരെ. നിങ്ങൾ മര്യാദയ്ക്ക് താഴെ ഇറങ്ങുന്നതാണ് നല്ലത്. പോലീസിന് എന്താണ് ആത്മഹത്യ ചെയ്യുന്നോട്ട് കാര്യം? ഒന്ന് പോ സാറേ. നോ സ്റ്റോപ്പ്. പ്രകാശ്, ചാക്കോച്ചൻ, താൻ എവിടെയാ നോക്കണേ? അവിടെ എന്താ സാർ പ്രോബ്ലം? താഴെ ചാടാൻ തുടങ്ങാണെന്ന് ഞങ്ങളെ കൊണ്ട് കയറ്റുന്നില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫയർ സർവീസ്. ചാടാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ ക്യാമറ എടുക്കട്ടെ. എന്റെ പ്രശ്നങ്ങളെല്ലാം അറിയുന്ന നിങ്ങളും സമയത്തിന് തന്നെ വന്നത് വളരെ നന്നായി. സാറേ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. മണ്ടത്തിന് കാണിക്കാതെ താഴെ ഇറങ്ങ്. ഇല്ല, എന്റെ ഉള്ളിലെ നീറുന്ന പ്രശ്നങ്ങൾ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പുണ്ടോ? ഉറപ്പാണ്. ഇല്ല, പോലീസുകാർ എനിക്ക് വിശ്വാസമില്ല. എന്നാ താൻ ചാടോ? അങ്ങനെ ചാടിക്കാൻ നോക്കണ്ട. ഞാൻ തോന്നിയതുപോലെ ചെയ്യും. ചാടിയില്ലേ തന്നെ ഞാൻ വെടിവെച്ച് താഴെ ഇടും. എന്നാ വെടിവെച്ചിട്ട് സാർ കൊച്ചോ. തലയിട്ടുണ്ട്. ഞങ്ങള് വിശ്വസിച്ച് കയറിയതാട്ടോ. കുറച്ചോടെ മെല്ലെ മെല്ലെ കുലുങ്ങിക്കൊണ്ടോല്ലേ. ബാറ്ററിന്റെ മുകളിൽ ഇറങ്ങിയ ചിലപ്പോ തന്നെ സുഖം. ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് വരിക. ഞാൻ ഇറങ്ങൂല, ഇറക്കണ്ട, ഞാൻ ഇറങ്ങൂല. ഒരു സാഹിത്യകാരന് ഒരു വളർച്ചയില്ലാത്ത സ്ഥലമാണ് ഇവിടെ. ഞാൻ ഡയറക്ടർ ഒന്ന് കണ്ടേ. ചാക്കോച്ചൻ എന്താ പരിപാടി? അയ്യോ, ആ പിശാചിനെ കാണാൻ പോവാ. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫ്ലാറ്റിലോട്ട് പോകും. വൈകിട്ട് അവിടെ കാണാം. അല്ല, നമ്മുടെ കാതറിന്റെ കാര്യം എങ്ങനെയാ? പുറത്തിറക്കണ്ടേ? ആദ്യം പോലീസുകാർ കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പോയി കൊണ്ടുവരാം. അതല്ല ഇപ്പൊ തന്നെ വേണമെന്നുണ്ടാ? വേണ്ട വേണ്ട. യെസ് മാഡം. മിസ്റ്റർ പ്രകാശ്,
I am talking about your yesterday's program. ഗവൺമെന്റിന്റെ ഓർഫൻ വെൽഫെയർ സ്കീമിനെ നിങ്ങൾ വിമർശിച്ചിരിക്കുകയാണ്. ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ടെലികാസ്റ്റിന് മുമ്പ് ഒരു പ്രിവ്യൂ എന്നെ കാണിക്കണമെന്ന്? സോറി മാഡം, അതിന് ടൈം കിട്ടിയിരുന്നില്ലോ. ഈ ടെലികാസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണല്ലോ അസൈൻമെന്റ് തരിക. സോ ഗുഡ് മോർണിംഗ് മാഡം. എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഇരിക്കൂ. മിസ്റ്റർ മൂർത്തി, നിങ്ങൾ എത്ര വർഷമായി സർവീസിൽ വന്നിട്ട്? 9 വർഷം. ഇനിയെങ്കിലും സ്വല്പം റെസ്പോൺസിബിലിറ്റി. പോട്ടെ, ഇത്തിരി കോമൺ സെൻസ് അതുപോലും ഇല്ലാന്ന് പറഞ്ഞാൽ? കാറ്ററിയില്ല കടലറിയില്ല എന്ന സീരിയലിന്റെ എത്രാമത്തെ എപ്പിസോഡാണ് ഇന്നലെ ടെലികാസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്? 7th എപ്പിസോഡ് മാഡം. എന്നിട്ട് നിങ്ങൾ ചെയ്തതെന്താ? 4th എപ്പിസോഡ് വീണ്ടും ടെലികാസ്റ്റ് ചെയ്തു. എന്താ ഇതിന്റെ അർത്ഥം? രാവിലെ ഫോൺ കോൾസിന്റെ ബഹളമാണ്. എല്ലാവർക്കും സ്റ്റേഷൻ ഡയറക്ടറോടാണ് ചോദിക്കാനുള്ളത്. ഈ ആഴ്ച വരുന്ന മാഗസിനിൽ കാണും ബാക്കി. എല്ലാവർക്കും ഉണ്ടല്ലോ TV പേജ്. ആ സീരിയലിന്റെ എല്ലാ എപ്പിസോഡും ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന പറയുന്നത്. നോ മിസ്റ്റർ പ്രകാശ്, ഇറ്റ്സ് എ സീരിയസ് മാറ്റർ. വാട്ട് മൂർത്തി, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഹലോ, അതെ, യെസ് സർ. ഇയാൾ എന്തായി കാണിക്കണേ? ഇതൊന്ന് തുറക്കാന്. അത് തുറക്കാനാണ് എങ്ങടാ? പിന്നെ ഈ കോപ്പ് എന്തിനാ? അതല്ല. ഇയാൾ എന്താ കൊരങ്ങച്ചനാ? ആ കുടി. അതും കൂടി ഇങ്ങോട്ട് എടുത്തു. അല്ല, ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തനിക്ക് സമ്മാനം ഒന്നും കിട്ടിയില്ല എന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഏയ്, ഈ സാഹിത്യകാരന്മാരോടും കലാകാരന്മാരോടും പോലീസുകാർക്ക് മമത കുറച്ച് കൂടുന്നുള്ള അറിയില്ലേ? ആഹാ, കാരണം അവരുടെ ഇടയിൽ ഇത്തരക്കാർ കൂടുതലില്ലേ? ഉവ്വ് ഇടിയൻ വേലായുധൻ, മിന്നൽ മാത്യു, ഇവരൊക്കെ പേര് കേട്ട കലാകാരന്മാരാണല്ലോ. ഒന്ന് പോടോ കാഞ്ഞിരം കുറ്റി. ഇയാൾക്ക് 2 പെക്കി കൂടുതൽ കൊടുക്കരുത് കേട്ടോ, ആകെ ചെളിയാക്കും. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ? ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? ശരി, പോട്ടെ. പ്രകാശ്, ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായിട്ടുള്ളതായ നീറുന്ന ചില ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു കഥ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് കേൾക്കണം. കാഞ്ഞിരക്കുറ്റി, തന്റെ കുഞ്ഞിക്കഴുത്ത് പിടിച്ച് തിരിച്ചാലുണ്ടല്ലോ പീ എന്നൊരു ശബ്ദം കേൾക്കും. മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ. എന്നാ ഞാൻ ഒരു കവിത പാടട്ടെ. എങ്കിൽ തന്നെ ഞാൻ ഈ ടെറസിന്റെ മുകളിൽ താഴ്ത്തിക്കിടും. ആ, ഹലോ, ആ സുമിത്രയാ? ആ ഇതാ വരുന്നു. ചാക്കോച്ച, സുമിത്രയാ. അമ്മായിയപ്പൻ പുരുഷോത്തം പിള്ള MP വന്നിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നാളെ കാണാം. അപ്പോഴേ ഒരു 50 റുപ്പീസ് വന്നിട്ട് പോണം. തനിക്കിങ്ങനെ ഇറക്കാൻ നാണക്കെടുന്നില്ലടോ. നാണക്ക് നീ ചോദിക്കോ, കൊടുക്കടാ. സാഹിത്യകാരന്മാർക്ക് ഇന്ന ആളോട് വാങ്ങരുതെന്നൊന്നുമില്ല. Good night. ഓക്കെ. എന്താ ചാക്കോച്ച, ഒരു പെക്കൂടെ ഒഴിച്ചാട്ടെ? അയ്യടാ, വേണമെങ്കിൽ ഒഴിച്ച് കുടിക്കടോ. അവരോട് അവിടെ നിൽക്കാൻ പറ. ഞാൻ 10 മണിക്ക് വരും. ആ എടോ വിശംബര, പുരുഷോത്തം പിള്ള രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് വർഷം കുറയായി. ഇന്നേ വരെ 5 ചക്രം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേര് ഞാൻ സമ്പാദിച്ചിട്ടില്ല. അത് പിന്നെ ഞങ്ങളോടൊക്കെ പറയണം. കുടുംബ പ്രശ്നങ്ങളും അവനവന്റെ അത്യാഗ്രഹങ്ങളുമാ പൊതുപ്രവർത്തകരെ അഴിമതിക്കാരാക്കുന്നത്. എനിക്കെന്താടോ, ആകെ ഉള്ളത് ഒരു മോനും മോളും. അവൻ ഇന്ന് ആർമി മേജറാ, അവള് ബാങ്ക് എംപ്ലോയിയും. കെട്ടിയിരിക്കുന്നത് എന്റെ പെങ്ങടെ മോനാ. കേന്ദ്ര സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്നവനാ അവൻ. ഞാൻ വരാമെന്നേ, അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ. ആ എന്താ മോളെ, പ്രകാശിനെ ഇതുവരെ കണ്ടില്ലല്ലോ? സാധാരണ ഇത്ര വൈകാറില്ല. ഡൽഹി കൊടുക്കേണ്ട പേപ്പേഴ്സ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്, വാങ്ങിച്ചു വെക്കട്ടെ? എന്താന്ന് വെച്ചാ ഭദ്രന്റെ കൊടുത്തേക്ക്. ശരി, എന്നാ ഞങ്ങളെ ഇറങ്ങിയേക്കാം. സാറ് ഇവിടെ കാണുമോ അതോ TV-യില്? ആ, ഞാൻ TV കാണും. ഞങ്ങൾ ഇറങ്ങാം. നാളെ രാവിലെ അവിടെ കാണാം. താനും അവരുടെ കൂടെ അങ്ങോട്ട് ചെല്ലേ. ആ ശരി. നീ എന്താ വൈകിയത്? റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, കുറെ നേരമായി വന്നിട്ട്. ആ, കഴിഞ്ഞ ആഴ്ച നിന്റെ അമ്മയും അച്ഛനെ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് എന്താ വേണ്ടാന്ന് വെച്ചത്? എനിക്ക് കുറച്ച് തിരക്കുള്ള സമയ, ലീവ് കിട്ടാനുള്ള പ്രയാസം കൊണ്ടാ. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഞാൻ ഒരാഴ്ച ഡൽഹി കാണും. അല്ല, നിങ്ങൾ ഫോണും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഫോൺ ബില്ല് സുമിത്ര അടയ്ക്കുന്നത്. ഞാൻ ഡൽഹിക്ക് വിളിച്ച അവൾ ഇവിടെ കിടന്ന് കരയും. അയ്യോ അച്ഛ, വെറുതെ പറയാ. നിന്റെ പിശുക്കിന്റെ കാര്യം പാട്ടായല്ലോ മോളെ. അച്ഛന് രാവിലെ പോയാ പോരെ? ഏയ് പറ്റില്ല, TV പലരും കാത്തിരിക്കുന്നു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
പ്രകാശം കൂടി പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇന്നിവിടെ നിന്നേനെ. എന്തിനാ രാത്രി മുഴുവൻ എന്നെ പിടിച്ചിരുത്തി വധിക്കാനാ? പിന്നെ വെറുതെ ഓരോന്ന് പറയണ്ട. അച്ഛൻ അങ്ങനെ കത്തിയൊന്നുമല്ല. അയ്യോ, നിന്റെ അച്ഛൻ കത്തിയല്ല, വാള്. ഈ പഞ്ചാബികളൊക്കെ കൃപ കണ്ടിട്ടുണ്ടോ? അതാ സൈസ്. പക്ഷെ പുള്ളിയെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. ആർക്ക്? പുള്ളിക്ക് തന്നെ.